ഹലോ ഫ്രണ്ട്സ്, ഞാനിത് കുറേ നീണ്ട ഇടവേളയ്ക്ക് ശേഷം വീണ്ടും തിരിച്ചെത്തിക്കുകയാണ്. കുറച്ച് നാളായിട്ട് വീഡിയോസൊന്നും ഇട്ടിരുന്നില്ല. അപ്പോൾ കുറച്ച് ബിസി ആയിപ്പോയി. ഞാനിപ്പോൾ പുതിയൊരു ജോലിയിൽ പ്രവേശിക്കുകയാണ്. ക്വാഡ്സൺ എയർവേസ് ആൻഡ് കാർഗോ എന്ന് പറയുന്ന കമ്പനിയിൽ ഞാൻ പുതിയതായി ജോയിൻ ചെയ്തു. അപ്പോൾ കുറച്ച് ബിസി ആയിപ്പോയി, വീഡിയോസൊന്നും അപ്ലോഡ് ചെയ്യാൻ പറ്റിയിരുന്നില്ല. അപ്പോൾ ഞാൻ വീണ്ടും അപ്ലോഡ് ചെയ്യാൻ തുടങ്ങുകയാണ്. അപ്പോൾ സോയ 65 ഇപ്പോൾ ഇത് തുടക്കം വന്നിരിക്കുന്നത്. അപ്പോൾ എല്ലാവരും വീഡിയോ കാണണം, ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം. അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് പോകാം. അപ്പോൾ നമുക്ക് സോയ 65 ഉണ്ടാക്കാൻ തുടങ്ങാം. അതിനായിട്ട് വേണ്ടത് സോയ ഇപ്പോൾ ഞാൻ തിളച്ച വെള്ളത്തിലിട്ട് കുതിർത്ത് വെച്ചിട്ടുണ്ട്. പിന്നെ വേണ്ടത് നമുക്ക് 2 ടേബിൾ സ്പൂൺ മുളക് പൊടി, പിന്നെ 2 ടേബിൾ സ്പൂൺ ജിഞ്ചർ ഗാർലിക് പേസ്റ്റ്, 1 ടേബിൾ സ്പൂൺ ഗരം മസാല, പിന്നെ പെരുംജീരകം, പിന്നെ 2 ടേബിൾ സ്പൂൺ കോൺഫ്ലവർ, ആവശ്യത്തിന് ഉപ്പ്. ഇതാണ് വേണ്ടത്. അപ്പോൾ നമുക്ക് ഇതുണ്ടാക്കാൻ തുടങ്ങാം. ഇതിലേക്ക് നമുക്ക് ഈ സോയയിലേക്ക് മുളക് പൊടി, കോൺഫ്ലവർ, പെരുംജീരകം ഇതെല്ലാം കൂടെ മിക്സ് ചെയ്ത് വയ്ക്കാം. ആവശ്യത്തിന് ഉപ്പും ചേർത്ത് ഏകദേശം ഒരു അരമണിക്കൂറെങ്കിലും വെക്കുകയാണെങ്കിലാണ് അത് നന്നായിട്ട് പിടിച്ച് കിട്ടുക. അപ്പോൾ ഇതെല്ലാം കൂടെ മാഗ്നേറ്റ് ചെയ്തിട്ട് വെക്കാം. അപ്പോൾ നമ്മളിവിടെ സോയ മാഗ്നേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇത് ഏകദേശം 1 മണിക്കൂറെങ്കിലും നമുക്ക് മാഗ്നേറ്റ് ചെയ്ത് വെക്കാം. ഫ്രിഡ്ജിൽ വെക്കണമെന്നില്ല, പുറത്ത് വെച്ചാലും മതി. അപ്പോൾ നമുക്ക് 1 മണിക്കൂറിന് ശേഷം ഇത് വറുത്തെടുക്കാം. ഫ്രൈ ചെയ്യാനായിട്ട് ഞാനിപ്പോൾ ഒരു പാൻ അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. അത് ചൂടായി വന്നിട്ടുണ്ട്. എന്നിട്ട് അതിലേക്ക് ആവശ്യത്തിന് ഓയിൽ ഒഴിച്ച് കൊടുക്കാം. ഓയിലൊന്ന് ചൂടായി വരട്ടെ. അപ്പോൾ ഇത് വെളിച്ചെണ്ണ ചൂടായി വന്നിട്ടുണ്ട്. അപ്പോൾ നമുക്കിതിലേക്ക് കുറച്ച് കറിവേപ്പില ആദ്യം വറുത്തെടുക്കാം. അതൊരു പ്രത്യേക ഫ്ലേവറാണ്. അപ്പോൾ ആദ്യം കുറച്ച് കറിവേപ്പില അതിലേക്ക് ഇട്ട് കൊടുക്കാം. അത് നന്നായി ഫ്രൈ ആയിട്ട് വരുമ്പോൾ കറിവേപ്പിലയുടെ ഒരു പ്രത്യേക ഫ്ലേവറാണ് അതിലേക്ക് വരിക. ഇനി നമുക്ക് കുറച്ചായിട്ട് സോയ ഇട്ട് കൊടുക്കാം. നല്ലോണം ഫ്രൈ ആയിട്ട് നമുക്ക് തിരിച്ചിട്ട് കൊടുക്കാം. അപ്പോൾ ഇത് നന്നായി ഫ്രൈ ആയിട്ട് വന്നിട്ടുണ്ട്. ഇപ്പോൾ തന്നെ നല്ലൊരു മണമാണ് വരുന്നത്. കരിവേപ്പിലയുടെ ഇതിൻ്റെയൊക്കെ കുട്ടികൾക്കൊക്കെ നന്നായിട്ട് ഇഷ്ടപ്പെടും. കാരണം ചിക്കനൊക്കെ കഴിക്കുന്ന ആ ഒരു ടേസ്റ്റിൽ കഴിച്ചോളൂ. ഇതിന് സൈഡ് ഡിഷായിട്ടോ അല്ലെങ്കിൽ തന്നെ കഴിക്കാൻ നല്ലൊരു ടേസ്റ്റാണ്. അപ്പോൾ ഇനി നമുക്കിതൊരു പാത്രത്തിലേക്ക് മാറ്റാം. അപ്പോൾ നമ്മുടെ സോയ 65 ഇവിടെ റെഡി ആയിട്ടുണ്ട്. എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന ഒരു റെസിപ്പിയാണ്. വെജ് നോൺ വെജ് കഴിക്കാത്തവർക്ക് എന്തായാലും ഇത് നല്ലൊരു സൈഡ് ഡിഷായിട്ട് യൂസ് ചെയ്യാൻ പറ്റും, കുട്ടികൾക്കായാലും. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്യുക. ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. പിന്നെ ഞാനിപ്പോൾ എൻ്റെ ഒരു ഷാരിസ് കുക്കിംഗ് വേൾഡിൻ്റെ പേരിലൊരു ഫേസ്ബുക്ക് പേജും കൂടെ ഓപ്പൺ ചെയ്തിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ഫേസ്ബുക്ക് പേജ് കൂടെ ഫോളോ ചെയ്യാൻ ശ്രമിക്കുക. അപ്പോൾ എല്ലാവർക്കും നന്ദി, നമസ്കാരം.